ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഹരിയും സേതുവും അതുപോലെ തന്നെ പല്ലവിയും ഒക്കെ ഉണ്ട് കേട്ടോ, മിത്രേട്ടനും ഉണ്ട്. അപ്പൊ സേതു നമ്മുടെ ഹരിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. സേതുവിന് ഭയങ്കര വിഷമായി. അപ്പൊ സേതു ഭയങ്കരമായിട്ട് ഹരിയെ ഓർത്ത് വിഷമിച്ചിങ്ങനെ അങ്ങോട്ടേക്ക് വന്നു. അപ്പൊ കൂടെ പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പൊ വന്നോണ്ട് തന്നെ വേണ്ട സേതുവേട്ടാ, അതൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തില് എന്താ പറയുക, വീടും വാഹനങ്ങളും പദവിയും പത്രാസും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ബസ് സ്റ്റാൻഡിലും പിന്നെ എന്താ പറയാ പന്തൽ മണിക്ക് പോകുമ്പോ അവിടെയൊക്കെയല്ലേ രാത്രികൾ തള്ളി നീക്കിയിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്നോളാം, എനിക്കിവിടെ ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പല്ലവി, സേതുവേട്ടന്റെ നന്മയ്ക്ക് കൂടിയാ ഞാനീ പറയണത്. ഞാൻ പറയുന്നത് ശരിയാണ് എങ്കിൽ മാത്രം സേതുവേട്ടൻ അനുസരിച്ചാൽ മതി എന്ന് പല്ലവി പറഞ്ഞു. അവസാനം സേതു അത് സമ്മതിക്കാണ്. വീടേ മാറുന്നുള്ളൂ, അവിടുന്ന് പറഞ്ഞു വിടാനേ എല്ലാവർക്കും പറ്റുള്ളൂ. പക്ഷേ ദേ ഈ ഹൃദയത്തില് ഇവിടെ ഉണ്ട് നീ എന്ന് പറഞ്ഞു. അത് എപ്പോഴും ഏത് നിമിഷവും ഉണ്ടായിരിക്കും ചെയ്യും. നീ വിഷമിക്കണ്ട കേട്ടോടാ എന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരിക്കലും പറ്റില്ല. നീ സമാധാനമായിട്ടിരിക്കുക, നീ വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നീ സന്തോഷമായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഹരി ആശ്വസിപ്പിച്ച ശേഷം സേതു പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. പോകാൻ തുടങ്ങിയപ്പോ പല്ലവി, ഞാനിവിടെ പോന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പല്ലവിയും കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അവർ രണ്ടുപേരുടെ അങ്ങ് പോവാണ്. അപ്പൊ ഹരിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ മിത്രനുണ്ട് കേട്ടോ കൂടെ. ഹരിയെ തനിച്ച് വിട്ടിട്ടല്ല നമ്മുടെ സേതു അങ്ങോട്ടേക്ക് പോണത്. പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ്. അപ്പൊ സ്വാതി അതുപോലെ തന്നെ ഋതുവുണ്ട്. അങ്ങനെ ആ ശല്യം തീർന്നു കിട്ടി. സത്യം, ഇതുപോലെ വല്യേട്ട ചമഞ്ഞു നടക്കുന്ന അയാളെയും എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞയക്കണം. അതിനു മുൻപ് അവളെയാ പറഞ്ഞു വിടേണ്ടത്, ആ പല്ലവീനെ. അടുത്ത ഊഴം അവളുടെ ആയിരിക്കണം എന്ന് പറഞ്ഞ ഋതു. സത്യത്തില് ഹരി തെറ്റൊന്നും ചെയ്തിട്ടില്ല ചേച്ചി. ഞാനേ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാ അയാൾ മുറി വന്നത്. ഞാൻ കുളിമുറിയിലുള്ളത് അയാൾക്ക് അറിയില്ലായിരുന്നു. ഇതുപോലൊരു അവസരം എപ്പോഴും കിട്ടില്ലല്ലോ. അതാ ഞാൻ അത് കയറി പിടിക്കാന്ന് വിചാരിച്ചത്. നന്നായി, അവൻ ഇവിടുന്ന് തെറിച്ചല്ലോ. സമാധാനം. ഇറങ്ങി പോവാൻ പറഞ്ഞത് പല്ലവിയാ. പക്ഷെ എങ്കില് പല്ലവി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്? അതാ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തത്. ഇനിയിപ്പൊ എങ്ങനെയാ മനസ്സിലാകുക? നമ്മുടെ പ്രീതി പിടിച്ചു പറ്റാൻ വല്ലതും ആയിരിക്കും? ഒരിക്കലും അല്ല. അതിനൊന്നും അവള് ശ്രമിക്കില്ല. അതിന്റെ പിന്നില് മറ്റെന്തോ കാരണമുണ്ട്. എന്ത് എന്ന് ചോദിച്ചു. അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു മനസ്സിൽ കണ്ടിട്ടാ പല്ലവി അങ്ങനെ തന്നെ ചെയ്തത്. സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അല്ലാതെ ഒരിക്കലും ശ്രീഹരിയോട് ഇറങ്ങി പോവാനായിട്ട് പല്ലവി പറയില്ല. എന്തായാലും നമുക്ക് ഗുണമല്ലേ ഉണ്ടായുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് അവര് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അതാതിന്റെ ശരി. അപ്പൊ അച്ഛൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആഘോഷമൊക്കെ കഴിഞ്ഞ രണ്ടാളുടെയും. എന്താഘോഷം എന്ന് ചോദിച്ചു. ഒരു പാവത്തിനെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടില്ലേ, അതിന്റെ ആഘോഷം. അപ്പൊ അവൻ ചെയ്തതോ? സ്വാതി, നമ്മളെക്കാളും പലരും പാവങ്ങളും ശക്തിയില്ലാത്തവരും ഒക്കെ ആയിരിക്കും. പക്ഷെ ബുദ്ധി കൊണ്ടും നമ്മളെക്കാളും താഴെ ആയിരിക്കും അവരൊക്കെ എന്ന് കരുതി അവരെയൊക്കെ വേദനിപ്പിക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ കണ്ടോണ്ട് നമ്മുടെ കെണിയിൽ അവർ ചിലപ്പോ വീണു പോവായിരിക്കും, നമ്മുടെ മുന്നിൽ അവർ തോറ്റും പോവായിരിക്കും എന്ന് കരുതി നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല കേട്ടോ സ്വാതി. എല്ലാം കണ്ടോണ്ടേ മുകളിൽ ഒരു ശക്തി ഇരിപ്പുണ്ടെന്നുള്ള കാര്യം മറക്കല്ല്. കർമ്മബലം എന്നൊരു ബലമുണ്ട്, അത് അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കേണ്ടെന്നാണോ പറഞ്ഞത്? ഹരി ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയണ്ട. തെറ്റിനെ കുറിച്ചും ശരിയെ കുറിച്ചും എന്റെ മുന്നിൽ വിവരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ആ കാര്യം മനസ്സിലായി. വല്യേട്ടനോട് അനുവാദം കൂടെ ചോദിക്കാതെയാ ഹരി ഇവിടുന്ന് പോയത്. വല്യേട്ടൻ അത് സഹിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം, വല്യേട്ടൻ വരുമ്പോ അനുഭവിക്കാനുള്ളത് നിങ്ങൾ അനുഭവിച്ചോ? ഞങ്ങളെ എന്ത് ചെയ്യും അങ്ങേര്? പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടില് അവരോട് സ്നേഹമുള്ള ഏതെങ്കിലും ആങ്ങളമാര് സ്വന്തം കൂട്ടുകാരനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുവോ? പറയ. ഒരു കർമ്മവും ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. ചോദിക്കട്ടെ, മറുപടി ഞങ്ങൾ അപ്പ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം അച്ഛൻ അവിടെ നിന്നിട്ട് ഒന്നും മിണ്ടിയില്ല. അച്ഛൻ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ? നിന്നിട്ട് എന്തേലും ആട്ടെ എന്നുള്ള മട്ടില് അച്ഛൻ അങ്ങ് ഇറങ്ങിപ്പോയിട്ടോ. സേതു പല്ലവിയും കൂടെ വരുന്ന വഴിക്ക് ഒരു ചായ ഇങ്ങനെ വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ വേഗം തന്നെ അപ്പൊ അതെ സോറി എന്ന് പറഞ്ഞു. അതിന് സേതു വേട്ടന് ഇങ്ങോട്ടല്ലല്ലോ സോറി പറയേണ്ടത്, അങ്ങോട്ടല്ലേ? ശ്രീഹരി ഇറക്കി വിട്ടത് ഞാനല്ലേ? പല്ലവിയോട് ഞാൻ ദേഷ്യപ്പെട്ടില്ലേ?
അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അത് ശരിയാ സാർ, ചായ എന്ന് പറഞ്ഞാൽ അയാൾ ചായ എടുത്തു കൊടുത്തു. അപ്പൊ ചായ മേടിച്ചു വിട്ടു, രണ്ടുപേരും കുടിക്കാണ്. ആ പിന്നെ അത് സേതുവേട്ട ചെയ്തത് തെറ്റ് തന്നെയാട്ടോ സേതുവേട്ട എന്ന് പറഞ്ഞു. സേതുവേട്ട ഞാൻ ചെയ്തത് എന്തിനാണ് ഞാൻ അത് ചെയ്തത് എന്ന് പോലും ചോദിക്കാതെയാ സേതുവേട്ടൻ ദേഷ്യപ്പെട്ടത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. മേലാൽ ഇത് ആവർത്തിച്ചാലേ ഷേവിംഗ് സെറ്റ് എടുത്ത് ഞാൻ താടി മീശയും കൂടെ വടിച്ചു കളയും, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. ആ പിന്നെ കാണാനേ ഒരു ഭംഗി ഉണ്ടാവില്ല. ആ ഈ ഗൗരവൊക്കെ അങ്ങ് പോവും. അപ്പൊ പിന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം ഗൗരവമൊക്കെ പിടിച്ചു നിന്നെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും സേതു അങ്ങ് പൊട്ടിപ്പോയി. ആ ചിരിക്കാണ് കേട്ടോ. ആ ഈ ചിരി കാണാൻ എന്തൊരു എന്താണെന്നറിയോ, നല്ല രസാ സേതുവേട്ടന്റെ ചിരി കാണാനായിട്ട്. സേതുവേട്ടൻ നല്ല ആളാ, നല്ല മനസ്സാ സേതുവേട്ടൻ്റെത്. എന്തൊരു സ്നേഹമാ സേതുവേട്ടനോട് ശ്രീഹരിക്കുള്ളത്. അതെ, ഇങ്ങനെ വേണം സുഹൃത്തുക്കളായാല്, അത് തന്നെയാ വേണ്ടത്. സത്യം പറയാലോ, അനാഥനവൻ, ആരുമില്ല, എന്നെ പോലെ ആരുമില്ലാത്തവനവൻ. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം ഒരിക്കലും അവൻ ഉണ്ടാവരുത് എന്ന് കരുതി എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാ ഒരു പരിധി കൂടുതൽ ഞാൻ അവനെ സ്നേഹിക്കുകയും കൂടെ കൂട്ടുകയും ചെയ്തത്. അതെ, സ്നേഹേട്ടൻ ആരെയാ സ്നേഹിക്കാത്തത്? അമ്മയെ സ്നേഹിക്കുന്നില്ലേ, പൂർണിമ അമ്മയെ സ്നേഹിക്കുന്നില്ലേ, സഹോദരിയെ സ്നേഹിക്കുന്നില്ലേ, എന്തിനേറെ പറയുന്നു ഈ എന്നെ പോലും സ്നേഹിക്കുന്നില്ലേ. പിന്നെ സേതുവേട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അത് സേതുവേട്ടന്റെ ഒരു സ്വഭാവമാണ്, ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് ഇവര് ഭയങ്കര സെന്റിമെന്റലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അവ നോക്കുമ്പോ സേതുവിന് ആകെ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്, ഹരി ഇല്ലാത്തതുകൊണ്ട്. സത്യം പറഞ്ഞ പല്ലവി പറഞ്ഞപ്പോഴാണ് എൻ്റെ തലയിൽ ഒരു വെളിച്ചം വന്നത്. ശരിയാ, ശ്രീഹരി ഇനി ആ വീട്ടിൽ നിന്നാ ശരിയാവില്ല. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തിനാ വെറുതെ, അവരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതെ, അത് തന്നെയാ സേതുവേട്ടാ ഞാനും പറയണത് എന്ന് പറഞ്ഞു. പാവം ആ ശ്രീഹരി, ഒരു സാധു അവൻ. അതുകൊണ്ടേ അവനെ അതൊന്നും പറഞ്ഞാല് സ്വാതിക്കോ ഋതുവിനോ ഒന്നും മനസ്സിലാവില്ല. അതെ, അധികം വൈകാതെ എല്ലാം ശരിയാവും സേതുവേട്ടാ. സ്വന്തം തെറ്റുകൾ സ്വാതിയും ഋതുവും ഒക്കെ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ശ്രീഹരിയെ തിരിച്ചു കൊണ്ടുവരാന്നേ. ആ അത് മതി, അത് മാത്രം മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മതി. അപ്പൊ ഇവരിങ്ങനെ ഒരു പുഴവക്കത്താണ്, നല്ല കായലിന്റെ ഓരത്താണ് കേട്ടോ നിൽക്കുന്നത്. ഭയങ്കര രസമാണ് ആ സ്ഥലം കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എന്ത് ഭംഗിയുണ്ടല്ലേ ഈ സ്ഥലം കാണാനായിട്ട്. അപ്പം കുറച്ചു നേരം നിന്നിട്ട് ആള് വേണ്ട അവിടെ ഇങ്ങനെ ഒരു വഴി ഉണ്ട്, ആ വഴിയുടെ അതിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് നമ്മുടെ പല്ലവി. അതെ, സത്യത്തില് സേതുവേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. എന്താ പല്ലവി? പറഞ്ഞു. ഈ കായലിലൂടെ ഒരു ദിവസം വഞ്ചിയിൽ പോണോട്ടോ നമുക്ക്, നല്ല രസമായിരിക്കും അല്ലേ സേതുവേട്ടാ? എന്റെ ഒരുപാട് ആഗ്രഹമായിരുന്നു അത്, എന്റെ സ്വപ്നമായിരുന്നു അത്. സത്യത്തില് ഇന്ദ്രൻ അവൻ വന്നതോടെ എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. അതിനുള്ള ഒരു അവസരമൊന്നും ഇന്ദ്രൻ എനിക്ക് തന്നില്ല. പക്ഷെ നമുക്ക് പോണോട്ടോ, വരൂ എന്റെ കൂടെ. പിന്നെ തീർച്ചയായിട്ടും വരും, ഉറപ്പായിട്ട് വരും എന്ന് തന്നെ പറഞ്ഞു സേതു. അത് മതി, അത് മാത്രം മതി കേട്ടോ. അതെ, അപ്പൊ പുറകിന്ന് 20 രൂപ. ആ ചായയുടെ കാശ് 20 രൂപ. ആ അപ്പൊ ആള് സ്വപ്നലോകത്തായിരുന്നു. 20 രൂപയും കൊടുത്തിട്ട് പല്ലവിക്കൊപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ പല്ലവി ഒരു കല്ലേ ചവിട്ടി ദേണ്ട് കിടക്കുന്നു മലന്നടിച്ച് പോവാനായിട്ട്. അപ്പോഴേക്ക് സേതു കയറി പിടിച്ചു. പിന്നെ പറയണ്ടല്ലോ, നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇപ്പൊ കാണായിരുന്നു കല്ല് ചവിട്ടി നിലത്ത് കിടക്കുന്നത്. എനിക്കറിയാം, ഞാൻ വീടില്ലാന്ന് എനിക്കറിയാം. അതെ, എന്റെ പുറകിൽ ആളുണ്ടല്ലോ, അതാ എന്റെ ധൈര്യം. എപ്പോഴും ഞാൻ ഉണ്ടാവണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് രണ്ടുപേരും പുഴക്കത്തോടൊക്കെ കായലിന്റെ തീരത്തൊക്കെ നല്ല അടിച്ചു പൊളിച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് നടന്ന് കയറി നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ കാണുന്നത് പ്രതാപനെയാണ്. പ്രതാപൻ പൂർണിമയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു ചേച്ചി, സത്യം പറയാലോ, എന്താ ഞാൻ ചേച്ചിയെ മാത്രമേ ഞാൻ കുറ്റം പറയുള്ളൂ. ഇത്രയും പെൺകുട്ടികൾ ഒന്നിച്ച് താമസിക്കുന്ന ഈ വീട്ടില് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ശ്രീഹരിയെ പോലെ ഒരുത്തനെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കോ? ഓർക്കാമല്ല, വേറൊന്നും സംഭവിക്കാത്തത് ഭാഗ്യം എന്ന് കരുതച്ചാൽ മതി. അത് നല്ലവനായിരുന്നു പ്രതാപ. ആഹാ, എന്നിട്ടാണല്ലോ ഈ തോന്നിയ ദിവസം ഒക്കെ കാണിച്ചത്. ചേച്ചി, പ്രായപൂർത്തിയായ 3 പെൺമക്കളാ ചേച്ചിക്കുള്ളത്, അത് ചേച്ചി മറന്നു പോവരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര ഇതായിട്ട് ഷൗട്ട് ചെയ്യാണ്. അതെങ്ങനെയാ സേതു എന്താ ചെയ്യുന്നത്? വേറൊരുത്തിനെ വാരി അടിച്ചുകൊണ്ട് വന്ന് പരസ്യമായിട്ട് താമസിക്കുന്നു. ചേച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുമായിരുന്നോ? പറയേ, അച്ഛന്റെ കല്യാണം മുടങ്ങിയതിന്റെ കാരണം എന്താന്ന് ചേച്ചിക്ക് അറിയാലോ. ഇനി ഞാൻ പറയണ്ടല്ലോ, ഒന്നും മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുന്നത് കാണുമ്പോഴാ എനിക്ക് ദേഷ്യം വരുന്നത്. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല.
ഈ സമയത്താണ് സേതുവും പല്ലവിയും പറഞ്ഞത്. അതെ, നിഖിലിന് നല്ലൊരു മനസ്സുണ്ട്, വിശാലമായ മനസ്സുണ്ട്, എന്നോട് അവന് കൂറുമുണ്ട്. അതെ, അതുകൊണ്ടാ അവൻ ഇവിടെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചിരിക്കുന്നത്. അമ്മാവോ എന്ന് വിളിച്ച് സേതു അങ്ങ് വന്നു. അയ്യോ, ഈ പറഞ്ഞ മൂന്നും എനിക്കില്ല കേട്ടോ. നല്ല മനസ്സില്ല, വിശാലമായ ഹൃദയമില്ല, അമ്മാവനോട് കൂറുമില്ല. അതുകൊണ്ടേ അമ്മാവ അതൊരു കുറവ് തന്നെയാട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് എനിക്ക് മനസാക്ഷിയില്ല. അവന്തികയോട്, എന്റെ അനിയത്തിയോട് കല്യാണത്തിന് മുൻപോ ശേഷമോ എന്തെങ്കിലും അനാവശ്യം കാണിച്ചാൽ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. അടി തുടങ്ങിയ പിന്നെ ഒരു ദാക്ഷിണ്യം അതുണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ദേ, നീ എന്നെ കൂടുതൽ വെട്ടാൻ നോക്കരുതേ എന്ന് പറഞ്ഞു പ്രതാപൻ. എടാ, അത്രയ്ക്ക് അന്തസ്സുള്ളവനായിരുന്നുവെങ്കിൽ ആ ശ്രീഹരി എന്ന് പറയുന്ന കൂട്ടുകാരൻ ഇങ്ങനെയൊക്കെ ഇവിടെ പെരുമാറുവോ? എങ്ങനെയൊക്കെ പെരുമാറുവോന്ന് മനസ്സിലായില്ല. എങ്ങനെ പെരുമാറിയെന്ന ഇനി ഞാനിവിടെ അങ്ങ് വിശദീകരിക്കാം. എടാ, ആദ്യം നിന്റെ കൂട്ടുകാരനെ നിലയ്ക്ക് നിർത്താൻ നോക്ക്, എന്നിട്ട് മതി നിഖിലിനെ ഭരിക്കുന്നത്. ആരെ നിലയ്ക്ക് നിർത്തണമെന്ന് എനിക്ക് നന്നായി അറിയാം. അത് ഞാൻ വെടിപ്പായിട്ട് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് എന്റെ വീടാ, എന്റെ വീട്. ഇവിടെ എന്റെ താമസിക്കുന്നത് എന്റെ അനിയത്തിമാരും എന്റെ അമ്മയുമാ. പിന്നെ അതുകൊണ്ടേ എനിക്കറിയാം ഈ വീട് എങ്ങനെ കൊണ്ടുപോകണം എന്ന്. അതുകൊണ്ട് അതിന് പുറത്തുനിന്ന് ഒരാളുടെയും ഉപദേശം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പുറത്തുള്ളവനാണോടാ എന്ന് ചോദിച്ചു. നിന്റെ അച്ഛൻ മാധവ മേനോൻ പോലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നോട്. മാധവ മേനോൻ അല്ല ഈ സേതു മാധവൻ, അതാദ്യം മനസ്സിലാക്കിക്കോ. ആ ഓർമ്മ പ്രതാപന് ഉണ്ടാവണം, പിന്നെ മാധവ മേനോന്റെ അളിയനത് ഉണ്ടാവണം എപ്പോഴും എന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് പോവാണ്. നിന്നുഞ്ഞൻ എന്നൊക്കെ പറഞ്ഞ പുറകെ ആക്ഷനൊക്കെ ചെന്നു കേട്ടോ. പക്ഷെ സേതു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും ആള് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ പൂർണിമാമയ്ക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. പ്രതാപന്റെ ഷൗട്ടിങ് ഒക്കെ കണ്ടപ്പോ തന്നെ ഇപ്പൊ മൂക്കി വലിച്ച് കയറ്റുമെന്നാ ഓർത്തെ. പക്ഷെ ഇതായിട്ട് നിൽക്കാണ്. അഹങ്കാരം, ഗുരുത്വമില്ലായ്മ എല്ലാം കേട്ടിട്ട് ചേച്ചി എന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇവനിപ്പോഴേ അമ്മയെ പൊന്നെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പണ്ട് ഇവന്റെ മനസ്സിലിപ്പ് എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? സേതുമാധവന്മാര് വരും പോകും, പക്ഷെ എന്നും കൂടെ കാണാൻ ഈ പ്രതാപനെ ഉണ്ടാവുള്ളൂ. അത് ഓർത്താ ചേച്ചിക്ക് നല്ലത്. ഒന്നും മിണ്ടിയില്ല പൂർണിമയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൂർണിമ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കാട്ടോ. പ്രതാപം പോയി കഴിഞ്ഞപ്പോഴത്തേനും തലയ്ക്ക് കൈ കൊടുത്തിരുന്ന് ചിരിക്കുകയാണ്. അപ്പൊ അടിപൊളി എന്നുള്ള മട്ടിലാണ് പൂർണിമാമ്മയുടെ ചിരി. സ്വാധീനയും അതുപോലെ തന്നെ ഋതുവിനെയാണ്. അപ്പൊ ഇവര് ഫോണിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ടേക്ക് വന്നു. വാതിൽ ചവിട്ടി തുറന്നു തന്നെയാട്ടോ വരുന്നത്. ദേഷ്യപ്പെട്ട ആളങ്ങോട്ടേക്ക് വന്നത്. മുറി കയറി വരുമ്പോ ഒന്ന് നോക്ക് ചെയ്യണം, അതാണ് മര്യാദ, അറിയോ? ഒരു തെറ്റും ചെയ്യാത്തവനെ കള്ളത്തരം കാണിച്ച് പുറത്താക്കി, അത് മര്യാദയാണോ? അത് ചോദിക്കാനാണോ ഇപ്പൊ വന്നത്? അവൻ എന്റെ കൂട്ടുകാരനാ. അവൻ നടന്നതെല്ലാം അവൻ എന്നോട് പറഞ്ഞു. അതിന് തെളിവുണ്ട്. നിങ്ങള് അപ്പം അച്ചുവിനെ വിളിച്ചു, അച്ചു എന്ന് വിളിച്ചു. അപ്പൊ അച്ചുവും നേരെ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പൊ സേതുവും അച്ചുവും കൂടിയാണ് നേരെ അകത്തേക്ക് വന്നത്. അപ്പൊ സ്വാതിയും ഋതുവും അപ്പുറത്ത് എന്താ പറയാ എതിർപക്ഷത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അച്ചു പറ എന്ന് പറഞ്ഞു. ഇവളും പറഞ്ഞു ഉള്ള സത്യങ്ങളൊക്കെ സത്യസന്ധമായി തന്നെ പറഞ്ഞു. എന്തിനാ സ്വാതി ആ പാവത്തിനോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അവൻ എന്ത് ദ്രോഹ നിന്നോടൊക്കെ കാണിച്ചത്? അവൻ ദ്രോഹം ചെയ്തത് അവനല്ല, നിങ്ങളാ. സ്വാതി എന്ന് വിളിച്ചു. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കാം, ചോദിക്കാനാണല്ലോ വന്നത്. അപ്പൊ പറയാനുള്ളതും ഞങ്ങളും പറയും എന്ന് പറഞ്ഞു. അതെ, ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. വല്യേട്ടനാണല്ലോ, അച്ഛനെ പറ്റി ഒരു പറ്റിയ മണ്ടത്രവാ ആ വിൽപത്രം. പിന്നെ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതിന്റെ ബലത്തിലാ ഈ വീട്ടിലേക്ക് നിങ്ങൾ കയറി വന്നത്. അച്ഛൻ അങ്ങനെ വിൽപത്രം എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ പടി ചവിട്ടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവുമായിരുന്നോ? അപ്പൊ അച്ചു ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ്. ശരി, നിങ്ങൾ വന്നു, ഓക്കെ, ഇഷ്ടമല്ലെങ്കിലും ഞങ്ങൾ അത് സഹിച്ചു എന്ന് വെക്കാം. പക്ഷെ അങ്ങനെയാണോ? എന്തിനാ പല്ലവിയെ സഹിക്കുന്നത്? എന്തിനാ ഹരിയെ സഹിക്കുന്നത്? അവരൊക്കെ ആരാ ഞങ്ങളുടേത്? പറയേ. അച്ഛന്റെ ആദ്യ ഭാര്യയിലുള്ള മകനെ എന്നുള്ള പരിഗണന നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റു 2 പേർക്കും അതില്ലാന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല, സേതു ഇതെല്ലാം കേട്ടു. ശരിയാ, ഹരിയെ മനഃപൂർവ്വം തന്നെയാ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. ഇനി പല്ലവിയെയും ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടും, നിങ്ങളെയും പുറത്താക്കും, ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ വീടാ, ഇവിടെ കണ്ണി കണ്ടവരൊന്നും കേട്ടി പൊറപ്പിക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. സ്വാതി, ഏട്ടനത് അത് മറന്നു പോവല്ല എന്ന് പറഞ്ഞു അച്ചു. അത് ഞങ്ങൾക്കൂടെ തോന്നണ്ടേ? കൂട്ടുകാരന് മാത്രമല്ല അയാളുടെ മുതലാളിക്കും ഇല്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ
ആരെങ്കിലും കതക് തള്ളി തുറന്ന് ഇങ്ങനെ നേരെ കയറി വരുവോ എന്ന് ചോദിച്ചു. ഇത് കേട്ട സേതുവിന് കലി നെങ്കാൻ പറ്റിയടാ. അതെങ്ങനെയാ, തെരുവി കിടന്നല്ലേ വളർന്നത്, ആ ശീലം കാണിക്കാതിരിക്കുവോ? പിന്നെ അത് മാത്രമാണോ? അപ്പൊ വളരെ അപമാനിക്കാണ് കേട്ടോ സേതുവിനെ ഇവള്. അപ്പൊ ഇവളുടെ സഹിക്കാൻ പറ്റുന്നില്ല, സേതുവിനെ പിടിച്ച് നിൽക്കാണ് കൺട്രോൾ ചെയ്ത്. അപ്പൊ കുറച്ചു നേരം നിന്നു. എന്നിട്ട് നേരെ വന്നിട്ട് അച്ഛനെ അങ്ങ് പിടിച്ചു മാറ്റി ചെന്നപടി സ്വാധീന കാരണക്കുറ്റി നോക്കി ഒറ്റ ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചൂട്ടോ. അപ്പൊ ശരിക്കും കിട്ടി എന്നുള്ളത് സത്യം. അപ്പൊ ഇത് കണ്ടപ്പോ അച്ഛനും ഭയങ്കര സന്തോഷമായി. അപ്പൊ ഋതു വേഗം ഫ്രണ്ടിൽ കയറിന്നിട്ട്, താൻ എന്റെ അനിയത്തെ തല്ലിയല്ലേ? ഒരു തെറ്റുമില്ല തല്ലിയതില്, അവൾ ചോദിച്ചു വാങ്ങിയതാ എന്ന് പറഞ്ഞു അച്ചു. അവനൊന്നും പറയാൻ പറ്റില്ലല്ലോ, നാളൊരു വേറെ വീട്ടില് വേറൊരുത്തന്റെ ഭാര്യയായിട്ട് കഴിയേണ്ടവളാ നീ. നാക്കിന് ഏലില്ല എന്ന് വെച്ചാ നാക്ക് നല്ലതിന് മാത്രം ഉപയോഗിക്കണം, അല്ലെങ്കിൽ നീ മാത്രമായിരിക്കില്ല വേദനിക്കുക, ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി നീ നശിപ്പിക്കും. അതെ, അച്ഛൻ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞങ്ങളെ തല്ലാന്ന്? എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെ നേർവഴിക്ക് നടത്താൻ യുക്തമായി ചെയ്യാം എന്ന് എഴുതി തന്നിട്ട് തന്നെയാ അച്ഛൻ പോയിരിക്കുന്നത്. ഞാനത് ചെയ്തിരിക്കും, ഒരു സംശയം വേണ്ട. നന്നാവാൻ നോക്ക് രണ്ടാളും. നിന്നെയൊക്കെ നന്നാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ് സേതു അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പൊ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഓ, നിനക്ക് വേദന എടുത്തോ മോളെ എന്ന് ചോദിച്ചു. പൊന്നിച്ച് പറക്കുക, എന്തൊരു അടിയായിപ്പോയി. അറിവില്ല, വരട്ടെ, അവസരം കിട്ടും, അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അതിന് സ്വന്തം ഏട്ടൻ തല്ലി, അതിനിപ്പൊ പ്രതികാരം മറ്റോ മാങ്ങാത്തൊലി എന്ന് പറഞ്ഞ നടക്കണ്ട. അതും കൊണ്ട് മനസ്സിൽ കൊണ്ട് നടന്ന അതിന്റെ കേട് മൊത്തം നമുക്കാ. അതുകൊണ്ട് സ്വന്തം തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ നോക്കാം. ആദ്യം നീയൊക്കെ അതാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അച്ചു അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പൊ കിട്ടാനുള്ളത് വാങ്ങിച്ചു കൂട്ടി. ആഹാ, എന്തൊരു സുഖം. അപ്പൊ സ്വാതിക്ക് ആശ്വാസമായി കേട്ടോ. അപ്പൊ ഋതുവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അച്ചു പുറത്തിറങ്ങി വന്നപ്പം ചെയ്തു നിൽക്കുവാണ്. അച്ചു, തല്ലേണ്ടിയിരുന്നില്ലല്ലേ? ഷോ, പോയി മാപ്പ് പറഞ്ഞാലോ? ആ തല്ലിന്റെ ആവശ്യം അവക്കുണ്ടായിരുന്നേട്ടാ. ആരോടും ഏട്ടൻ മാപ്പൊന്നും പറയണ്ട, വേണ്ടത് തന്നെയാ വലിയേട്ടൻ ചെയ്തത്. അടി കിട്ടിയാലേ നന്നാവൂ എന്ന് വാശി പിടിച്ചാ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു. അതെ, ഏട്ടൻ വിഷമിക്കൊന്നും വേണ്ട, ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് അച്ചു ധൈര്യമൊക്കെ കൊടുത്തിട്ട് സേതുവിന്റെ അടുത്ത് നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.